നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാർസ വേഴ്സസ് റയൽ ഓവിഡോ മാച്ചിനെ കുറിച്ചാണ്. ഇപ്പോൾ റയൽ ഓവിഡോനെ 3-0 നമ്മൾ ക്യാമ്പ് നൗവിൽ വെച്ച് പരാജയപ്പെടുത്തി. നല്ല റിസൾട്ടാണ്. ടേബിളിൻ്റെ താഴെയാണ് റയൽ ഓവിഡോ കിടക്കുന്നത്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഭയങ്കര ഡിഫറെൻറ്റ് സ്റ്റോറീസാണ്. അതവിടെ വെച്ചിട്ട് നമ്മളെ ലീഗിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ റയലിനോട് ഇപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് മാത്രമേ ബാർസക്കുള്ളൂ. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ ഈ അടുത്ത് പരാജയപ്പെട്ടു, ഡ്രോ ഒക്കെ സംഭവിച്ചു, അങ്ങനെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. റയലാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല ഷേപ്പിലാണ് നിൽക്കുന്നത്. അർബിയോള വന്നതിന് ശേഷം അവരുടെ ഇൻറ്റൻസിറ്റി, ഞാൻ ഫുൾ മാച്ച് കണ്ടിട്ടില്ല അർബിയോള വന്നതിന് ശേഷം, പക്ഷേ പല മാച്ചും കുറച്ചൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെ ഇൻറ്റൻസിറ്റി ഒന്നുകൂടെ വർദ്ധിച്ചിട്ടുണ്ട്. ഡിഫെൻസീവിൽ കുറച്ചുകൂടെ നല്ല ഷേപ്പ് അറ്റൈൻ ചെയ്ത് അവർ നിൽക്കുന്നുണ്ട്. ദേ ലുക്സ് റിയലി ഗുഡ് അണ്ടർ അർബിയോള. ഓക്കെ, പുതിയൊരു മാനേജർ വന്നതിൻ്റെ ഒരു ചെറിയ ചേഞ്ച് കാണാനുണ്ട്. അപ്പോൾ അത് എത്ര കാലം നിൽക്കും, സീസൺ ലോങ് നിൽക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇപ്പോൾ കാണാനുണ്ട്. ഓക്കെ, ഒരു വ്യത്യാസം നമുക്ക് കാണാനുണ്ട്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനിയും പോയിന്റ് അടിച്ചു കയറി വരും. അപ്പോൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ നിൽക്കുക എന്നുള്ളത് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാലോ, അപ്പുറത്ത് നിൽക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ റയലാണ്. അവർക്ക് വലിയൊരു മെൻറ്റാലിറ്റി ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യൂല. അപ്പോൾ നമ്മൾ പോയിന്റ് എങ്ങാനും ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളായിട്ട് അവരെ ബൂസ്റ്റ് ചെയ്യരുത്. ഓക്കെ, നമ്മളായിട്ട് അവരെ ബൂസ്റ്റ് ചെയ്യരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ അവർക്ക് നമ്മളെ ടോപ്പിൽ കയറണം എന്നുണ്ടെങ്കിൽ അവർ എൽ ക്ലാസിക്കോയിൽ നമ്മൾ അടിച്ച് കയറട്ടെ, നമ്മൾ ആ മൈൻഡ് സെറ്റിൽ നിൽക്കണം. അല്ലാതെ നമ്മൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അവരെ മേലോട്ട് തള്ളി വിടരുത്, അവർക്ക് അനാവശ്യം മോട്ടിവേഷൻ കൊടുക്കരുത്. ഓക്കെ, എനിവേ ഈ ടൈറ്റിൽ ഫൈറ്റ് എവിടെ വരെ പോകുന്നുള്ളതൊക്കെ കണ്ടറിയണം. അപ്പോൾ ബാർസൻ്റെ ഡിഫൻസിലെ ഇഷ്യൂ, ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തീരാനായി, ഡിഫൻസിലേക്ക് പുതിയ ആൾ വന്നിട്ടില്ല. ക്യാൻസൽ അവിടെ നിൽക്കട്ടെ, സെൻട്രൽ ബാക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് സീസൺ ലോങ് നമ്മൾ ഇനിയും ബാധിക്കും. പിന്നെ നമ്മുടെ ക്ലിനിക്കാലിറ്റിയിലുള്ളൊരു പ്രശ്നം, മര്യാദക്ക് ഗോൾ അടിക്കാത്ത പ്രശ്നം, അത് നിൽക്കുന്നുണ്ട്. അതൊക്കെ ടൈറ്റിൽ റേസിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. ഓരോ ചാൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും ഇനി വരുന്ന മാച്ചസിൽ. റയൽ ഓവിഡോയുമായിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്നു. നമ്മൾ വരുന്ന സമയത്ത് അറിയാമല്ലോ, പെഡ്രിക്ക് ഇഞ്ചോർഡാണ്. മിഡ്ഫീൽഡിലുള്ളത് ഡിയോങ്ങും കെസാഡോ ആണ്. നമ്പർ 10 ആയിട്ടുള്ളത് ഓൽമോ ആണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഷീറ്റ് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും വേഴ്സ്റ്റ് ഫസ്റ്റ് ഹാഫാണ് നമ്മൾ റയൽ ഓവിഡോക്കെതിരെ ഇന്ന് കളിച്ചിട്ടുള്ളത്. എനിക്ക് ഒരു പ്ലെയറും ട്രൈ ചെയ്യുന്നതായിട്ട്, ഒരു ആത്മാർത്ഥമുള്ളതായിട്ട് ഒന്നും തോന്നിയില്ല. ആകെ എനിക്ക് കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ചില സമയത്തെങ്കിലും എറിക്കിനെ മാത്രമാണ്. ബാക്കിയുള്ളവരാരും ഒരു നല്ല ഗെയിം കളിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ. ഓക്കെ, ഏത് പ്ലെയർ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ പെഡ്രിനെ കറക്റ്റ് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ക്രിയേറ്റിവിറ്റി ഇല്ല, ഇൻറ്റൻസിറ്റി ഇല്ല, ഒരു ഹങ്കർ ആരും കാണിക്കുന്നില്ല. അങ്ങനെ ഫുള്ള് പ്രശ്നമായിരുന്നു ആ ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ടീം ഒരുപാട് ബെറ്റർ ആവുന്നുണ്ട്. നല്ല ഭരണിപ്പാട്ടനെ ആ ഒരു ഹാഫ് ടൈമിൻ്റെ ബ്രേക്കിൽ ഹാൻസി ഫ്ലിക്ക് പാടിക്കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, നല്ല ആട്ടി വിട്ടിട്ടുണ്ടാവും. അതിനെല്ലാം സെക്കൻഡ് ഹാഫിൽ കാണാനുണ്ടായിരുന്നു. ഫസ്റ്റ് ഓൽമോ ഗോൾ അടിച്ച് അവിടെ കൃത്യമായിട്ടുള്ളൊരു പ്രസ്സിംഗ് ഒക്കെ യമാൽ നടത്തുന്നുണ്ട്. പ്രോപ്പർ പ്രസ്സിംഗ് ആയിരുന്നു. അതിൻ്റെ റിസൾട്ടായിട്ടാണ് അവിടെ ഒരു മിസ്റ്റേക്ക് അവരുടെ റയൽ ഓവിഡോൻ്റെ ഡിഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത്. അത് മുതലാക്കിക്കൊണ്ട് ഓൽമോ ഗോൾ അടിക്കുന്നു. പിന്നീട് റഫീഞ്ഞൻ്റെ ഗോള്, ബ്യൂട്ടിഫുൾ ചിപ്പ്, ഗ്രേറ്റ് ഗോൾ. ഓക്കെ, റഫീഞ്ഞൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഓഫായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ റഫീഞ്ഞനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഡിസിഷനാണ്, റെസ്റ്റ് എടുക്കണം പ്ലേയേഴ്സ്. ഓക്കെ, പിന്നെ യമാലിൻ്റെ മറ്റൊരു ഗോള്, അത് ഡാനി ഓൽമോൻ്റെ പാസ്സാണ്. ഡാനി ഓൽമോക്ക് ഈ ഒരു മാച്ചിൽ ഗോളും അസിസ്റ്റും കിട്ടുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഹി വാസ് സൂപ്പർ. ഡാനി ഓൽമോൻ്റെ ആ ഒരു ബോള് യമാലിലേക്ക് പോകുന്നു. യമാൽ ഒരു നൈസായിട്ടുള്ള അക്രോബാറ്റിക് സാധനമാണ് അവിടെ അടിക്കുന്നത്. ഒരു ബൈസിക്കിൾ കിക്ക് ആണ്, ഒരു അക്രോബാറ്റിക് കിക്കാണ് അടിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയ ബൈസിക്കിൾ കിക്ക് പോലത്തെ സാധനം, അത് സൂപ്പർ സാധനമായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് യമാലിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഐറ്റം കാണുന്നത്. ഗ്രേറ്റ്. ഓക്കെ, നല്ലൊരു ഫിനിഷായിരുന്നു യമാലിൻ്റെ അടുത്ത് കണ്ടത്. അങ്ങനെ ഫിനിഷ് ചെയ്യും. ഓക്കെ, യമാൽ ഫിനിഷ് ചെയ്ത് തുടങ്ങിയാൽ തന്നെ നമ്മളുടെ ടീമിൻ്റെ ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ തീരും. ഓക്കെ, ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം യമാൽ. നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. യമാലാണെങ്കിലും ഡാനി ഓൽമോ ആണെങ്കിലും ഇനിയിപ്പോൾ സബ്ബിൽ വന്ന പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ സൂപ്പറായിട്ട് കളിച്ചു. എനിക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ ജാവോ ക്യാൻസൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ജാവോ ക്യാൻസലൊക്കെ മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ തുടക്കത്തിൽ എറിക്കിനാണല്ലോ റൈറ്റ് ബാക്ക് കളിപ്പിച്ചത്. എറിക്ക് അവിടെ നന്നായിട്ട് കളിച്ചു. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് സെൻറ്റർ ബാക്കിൽ നിന്ന് ജെറാർഡ് മാർട്ടിനെ പിൻവലിച്ചിട്ട് നമ്മൾ സെൻറ്റർ ബാക്കിലേക്ക് എറിക്കിനെ കൊണ്ടുപോകുന്നു. പിന്നെ റൈറ്റ് ബാക്കായിട്ട് കൂണ്ടനെ കൊണ്ടുവരുന്നു. കൂണ്ടെ മോശം ഗെയിമായിട്ട് എനിക്ക് തോന്നിയത്. എനിക്കറിയില്ല, ഇനി ഞാൻ കൂണ്ടനെ ആവശ്യത്തിന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ബാഡായിട്ട് തോന്നിയത്. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് യുണൈറ്റഡിൻ്റെ മാച്ചും കണ്ടു. ഓക്കെ, യുണൈറ്റഡ് വേഴ്സസ് ആർസണലും കണ്ടു.
അപ്പോൾ ഇനി അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാത്തതാണ് അറിയില്ല. ഞാൻ ശ്രദ്ധിച്ച സമയത്തൊക്കെ ആൾ കുറച്ച് ബാഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ആ ഒരു 90-ാം മിനിറ്റിലേക്ക് ശേഷം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഒരു ക്രോസ് വരുന്നു, അത് ജോൺ ഗാർഷ്യ പഞ്ച് ചെയ്ത് ഒഴിവാക്കുന്നു. പക്ഷേ അത് എന്നിട്ട് കൂണ്ടേൻ്റെ അടുത്ത് പോകുന്നു, കൂണ്ടെ വേണ്ട പോലെ ബോൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കൂണ്ട കുറേ കൂടെ ബെറ്റർ ആവണം എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അപ്പം അതൊരു പ്രശ്നമാവും കൂണ്ട ബെറ്റർ ആയില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ബാൾഡെ ഒക്കെ ഉണ്ടായിരുന്നു, ബാൾഡെ ഒന്നും വലിയ തിരക്കേടില്ലാന്ന് തോന്നുന്നു. അപ്പം അതാണ് മാച്ചിനെ കുറിച്ച് ഇനി ടോട്ടൽ പറയാനുള്ളത്. ഒരു നല്ല സെക്കൻഡ് ഹാഫ് പെർഫോമൻസോടെ നമ്മൾ 3 പോയിന്റ് നേടി ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. എനിവേ അണ്ടർ പ്രഷറിലാണ് നമ്മൾ, കാരണം ഒറ്റ പോയിന്റ് പിന്നിൽ റയലുണ്ട്. എവിടെയെങ്കിലൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ വി ആർ കുക്ക്ഡ്. ഓക്കെ, ഇനി പെഡ്രി തിരിച്ചു വരാനൊക്കെ ടൈം എടുക്കും. അപ്പോൾ അപ്പോഴൊന്നും പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അറിയാലോ, സ്റ്റിൽ നമ്മുടെ ഡിഫൻസ് ഭയങ്കര വീക്കാണ്. എപ്പോഴും വേണമെങ്കിലും ഒരു ഗോൾ കൺസിഡർ ചെയ്യും എന്നുള്ള ലെവലാണ് ഡിഫൻസ് നിൽക്കുന്നത്. പിന്നെ റയലോവിഡോക്ക് പലപ്പോഴും അതൊന്നും മുതലെടുക്കാൻ വേണ്ടി പറ്റില്ല. ഡിഫൻസിൽ ഗ്യാപ്പൊക്കെ ഉണ്ടായിട്ടും ചില സമയത്തൊക്കെ അവർ ലോങ് ഷൂട്ടിന് ശ്രമിക്കുന്ന സിറ്റുവേഷനൊക്കെ കണ്ടു. പക്ഷേ ലോങ് ഷൂട്ടൊക്കെ അടിച്ചു കയറ്റുക എന്നുള്ള ഡിഫിക്കൽട്ടാണ് ജോൺ ഗാർഷ്യ അവിടെ നിൽക്കുന്ന കാരണം. ഓക്കെ, അടിക്കുന്നുണ്ടെങ്കിൽ നല്ല കിൻഡൽ സാധനങ്ങൾ അടിക്കണം. അപ്പം അതാണ് സിറ്റുവേഷൻ. ഡിഫെൻസീവ്ലി വീക്കാണ് നമ്മൾ. പിന്നെ ലാസ്റ്റ് എനിക്കൊന്ന് ലെവക്കറ്റ ഒരു 1v1 ചാൻസ് കിട്ടുന്നുണ്ട്, അത് ലെവ ഗോളാക്കുന്നില്ല. ലെവൻ്റെ അടുത്ത് നിന്നൊക്കെ മോശം പെർഫോമൻസാണ് കണ്ടത്. ഓക്കെ, സോ ലെവ ഷുഡ് ഡു ബെറ്റർ. ഏജിൻ്റെ പരിമിതിയൊക്കെ ഉണ്ടെന്ന് അറിയാം, പക്ഷേ 1v1 എങ്കിലും ലെവ ഗോളാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിപാളും. അപ്പോൾ അതാണ് ആ ലാസ്റ്റ് മിനിറ്റിൽ, എനിക്കൊന്ന് 94-ാം മിനിറ്റിലെങ്ങാനും നല്ല ചാൻസ് ആയിരുന്നു, പക്ഷെ അത് നമ്മൾ മിസ് ചെയ്തു. അത് പാടില്ലായിരുന്നു, അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എങ്ങനെയാണെങ്കിലും. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.